തൃശൂർ നഗരത്തിൽ ആത്മഹത്യാ ഭീഷണിയുമായി യുവാവ്. കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. താഴെയിറക്കാൻ ശ്രമിക്കുന്നതിനിടെ കല്ലുകളും കുപ്പിച്ചില്ലും ആളുകൾക്ക് നേരെ വലിച്ചെറിഞ്ഞ യുവാവ് അക്രമാസക്തനായി. ശ്രദ്ധിക്കണേ ബൈക്ക്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, ഇയാൾ ആരാണ്? എന്താണ് ഇയാളുടെ പ്രശ്നം? ഇയാൾ പട്ടാമ്പി സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഇനിയും വ്യക്തമായിട്ടില്ല. കാര്യങ്ങൾ കുറച്ച് കൈവിട്ടു പോകുന്ന സ്ഥിതി ഇവിടെ ഉണ്ടെന്ന് പറയാം. ഏതാണ്ട് 12 മണിക്ക് തുടങ്ങിയതാണ് യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കാൻ. എനിക്ക് പിറകിൽ കാണുന്ന ഈ കെട്ടിടത്തിന് മുകളിൽ ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം നിന്നതാണ്. പക്ഷേ ഇനിയും അദ്ദേഹം അനുനയത്തിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇതിനിടയ്ക്ക് വളരെ വലിയ രീതിയിൽ നാട്ടുകാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ തന്നെ അദ്ദേഹം അസഭ്യം പറയുകയൊക്കെ ചെയ്തു. ഇതിനിടയിൽ ഒരു സൺഷെയ്ഡിൽ നിന്നും മറ്റൊരു സൺഷെയ്ഡിലേക്ക് ചാടി ആ ഭാഗത്തേക്ക് അദ്ദേഹം അല്പം മുമ്പ് പോയി. അവിടെ വെച്ച് കുറേ ഓടുകൾ കയ്യിൽ ശേഖരിച്ചു. ചില ഓടുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നേരെ എറിഞ്ഞു. ചില്ല്, ഒരു വലിയൊരു ഗ്ലാസിൻ്റെ കഷ്ണം ആ ഭാഗത്തുണ്ടായിരുന്നു, അതും താഴോട്ട് എറിഞ്ഞു. കല്ലെറിയുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ അല്പസമയം ഒരു വല വിരിച്ചുകൊണ്ട് അയാളെ പിടികൂടാനുള്ള ഒരു ശ്രമം ഉദ്യോഗസ്ഥർ നടത്തി. അത് ഫലപ്രദമായില്ല. ഇപ്പോഴും അയാൾ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ വീട്ടിനകത്തൊരു കുടുംബമുണ്ട്. അവരും സ്വാഭാവികമായിട്ടും ആശങ്കയിലാണ്. അല്പസമയം മുമ്പ് വരെ ജനലിലൊക്കെ തന്നെ അയാൾ ഉച്ചത്തിൽ അടിക്കുകയൊക്കെ ചെയ്തിരുന്നു. മാനസിക പ്രശ്നം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ അദ്ദേഹം നാട്ടുകാരെയും ഇവിടെ അദ്ദേഹത്തെ രക്ഷിക്കാനെത്തിയിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും മാധ്യമങ്ങളെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ പഴി പറയുന്നുണ്ട്, അസഭ്യം പറയുന്നുണ്ട്. നമ്മോടൊപ്പം ഈ പ്രദേശത്തെ കൗൺസിലറുണ്ട്. കൗൺസിലർക്ക് എന്താണ് പറയുന്നത് നോക്കാം. എന്തൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം വഴങ്ങുന്നില്ല. എന്താണ് പറയുന്നത്? 11:30 തുടങ്ങിയതാണ് ഈ സാഹസം. അത് ഇവിടെ കുട്ടികളും മാതാപിതാക്കളും പ്രായമായവർ താമസിക്കുന്ന ഒരു വീടിൻ്റെ മുകളിലാണ് ഈ സാഹസം കാണിക്കുന്നത്. മാനസിക ഭ്രാന്തിയുള്ള പോലെയാണ് കാണുന്നത്. പട്ടാമ്പിയിലുള്ള ഒരാളാണെന്ന് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾ മുൻപൊന്നും. നമ്മുടെ ഫയർഫോഴ്സുകാരും പോലീസ് ഉദ്യോഗസ്ഥരും പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇറക്കാൻ. പക്ഷെ ഒരു തരത്തിലും ആളെ ഇറക്കാൻ സാധിക്കുന്നില്ല. 11:30 തുടങ്ങിയതാണ്. ഒരു 3 മണിക്കൂറോളമായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. വീട്ടുകാരനാരാണ്? അവരെ കുറിച്ച് ഫൈസൽ എന്ന് പറഞ്ഞ ഒരു ആളുടെ വീട്. ആ കുട്ടിയാണ് കണ്ടത്. കുട്ടിയാണ് അയൽപ്പക്കത്ത് വന്ന് പറയലും അതുപോലെ അയൽപ്പക്കക്കാരൊക്കെ പോലീസിനെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇടയിൽ അദ്ദേഹം ഭക്ഷണം ചോദിച്ചു, ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോഴും എന്തോ അസഭ്യം പറയുന്നത്. അസഭ്യങ്ങളാണ്. ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ വിളിക്കുന്നവരെല്ലാവരെയും അസഭ്യങ്ങളാണ് പറയുന്നത്. ഇടയ്ക്ക് വാപ്പേനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് പിന്നെ വെള്ളം ചോദിക്കുന്നുണ്ട്. അല്പസമയം മുമ്പും ഇയാൾ ചില അസഭ്യ വർഷങ്ങൾ ചൊരിഞ്ഞിരുന്നു. പ്രദേശത്തെ യുവാക്കൾ ഇയാളെ ഒന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇയാൾ വഴങ്ങിയില്ല. മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ അസഭ്യം പറയുന്നുണ്ടായിരുന്നു. മുകളിൽ ഇപ്പോൾ വല ഇട്ടുന്നത് കാണാം ദൃശ്യങ്ങളിൽ. അമൃത വല വീണ്ടും താഴോട്ടിട്ട് ഇയാളെ വലയിൽ കുരുക്കി കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമോ എന്നാണ് ഉദ്യോഗസ്ഥർ നോക്കുന്നതിൽ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. ഒരു രക്ഷാപ്രവർത്തനം ഒരു സാഹസികമായി ഒന്നും നടത്താൻ പറ്റാത്തൊരു സ്പോട്ടിലാണ് ഇയാൾ നിൽക്കുന്നത്. ചെറിയൊരു നമുക്കറിയാവുന്ന പോലെ സൈഡിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് അടുത്ത് ചെന്ന് ഇയാളെ മരിക്കാൻ കഴിയില്ല. അയാൾ ചാടിയേക്കാം, വരുന്നവരെ തള്ളിയിട്ടേക്കാം, കയ്യിൽ ഓടുണ്ട്, ഓടുകൊണ്ട് അടിക്കാം, അക്രമാസക്തനാണ്. അതുകൊണ്ട് അവിടെ പോയി ഒരു രക്ഷാപ്രവർത്തനം സാധ്യമല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നതും. മറ്റൊരു തരത്തിലും പറഞ്ഞ് ഇയാളെ കീഴടക്കാൻ കഴിയുന്നില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വലിയൊരു ഏണി വെച്ച് കൊടുത്തിരുന്നു. പക്ഷേ അതിലും അദ്ദേഹം അത് ഏറി വന്ന് ഇറങ്ങാനൊന്നും തയ്യാറായില്ല. പ്രദേശത്ത് മറ്റു നാട്ടുകാരൊക്കെ ഉണ്ട്. ചേട്ടാ, എത്ര നേരമായി ഇതിവിടെ നടക്കുന്നു? എങ്ങനെയാണ്? 11:30. എന്താണ് പുള്ളി ഒന്നും പറഞ്ഞിട്ടൊന്നും വഴങ്ങുന്നില്ലല്ലോ? ഇല്ലില്ല, ആള് പിന്നെ 11:30 തുടങ്ങിയതാണ് അങ്ക കിട്ട്. മുകളിലായിരുന്നു ആള്. ഈ ദേഹത്തൊക്കെ എങ്ങനെ പെയിന്റ് പറ്റിയിരിക്കുന്നത്? ഇവിടുന്ന് വന്ന് പെട്ടെന്ന് തന്നെ അറിയില്ല. ഇവിടെ കണ്ടിട്ടുണ്ട്, ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ടോ? പട്ടാമ്പിക്കാരനാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വലിയ രീതിയിൽ അസഭ്യം പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു രീതിയിൽ അയാളെ പുറത്തിറക്കിയാൽ നന്നായിരിക്കുമെന്നാണ് അവർ ആലോചിക്കുന്നത്. അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനും കഴിയില്ല. അതേസമയം അദ്ദേഹത്തെ ഒരുപാട് നേരം അതിന് മുകളിൽ തുടരാൻ പറയാനും കഴിയില്ല. വളരെയധികം മോശമായ അസഭ്യമൊക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ വലയിട്ടിട്ടുണ്ട്.
അദ്ദേഹത്തെ കീഴടക്കിയിട്ടുണ്ട്. ഇനി താഴെ വന്ന് ചികിത്സയോ മറ്റു കാര്യങ്ങളോ വേണമെങ്കിൽ നൽകാനായിരിക്കും ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സൺഷെയ്ഡിലാണ് നിൽക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എല്ലാവരും ചേർന്ന് ഇയാളെ പിടികൂടിയിട്ടെന്ന് കാണാം. അതിൽ വലിയൊരു റിസ്ക് ഉണ്ട്. അമൃത, അദ്ദേഹം ചാടിയാൽ താഴെ വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. 4 ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി താഴെ കൊണ്ടുവന്ന് ചികിത്സ ആവശ്യമാണെങ്കിൽ ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്നറിയില്ല. എന്തിനാണ് ഇവിടെ എത്തിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതൊക്കെ ചോദിച്ചറിയണം. ഒരു കാര്യത്തിലും ചോദിച്ചപ്പോൾ സഹകരണം ഉണ്ടായിരുന്നില്ല. വളരെ വലിയ രീതിയിൽ അസഭ്യം പറയുകയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ഉദ്യോഗസ്ഥർക്കോ നാട്ടുകാർക്കോ സ്ഥിരീകരിക്കാനോ ചോദിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അയാളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. കാരണം ഏതാണ്ട് 3 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രാമയാണ് സത്യത്തിൽ അവസാനിച്ചതെന്ന് പറയാം. അത്രയധികം. നമ്മോടൊപ്പം സബ് ഇൻസ്പെക്ടറുണ്ട്. സാറല്ല, ഇദ്ദേഹത്തിന് എന്താ തുടർ നടപടി എന്തായിരിക്കും? മാനസിക രോഗമാണെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ആക്കും. ഒന്ന് നോക്കിയിട്ട് ചെയ്യും. ആശുപത്രി കൊണ്ടുപോയിരിക്കില്ലേ? ചെക്കപ്പിന് പ്രദേശത്തെ SI ആണ് സംസാരിച്ചത്. മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ അതിനുവേണ്ട ചികിത്സ നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം നടരാജ്, നേരത്തെ അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുകയുണ്ടായി പ്രദേശത്തൊന്നും നേരത്തെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല, അയാളെ കുറിച്ച് കാര്യമായ ധാരണയൊന്നും ആർക്കും ഇല്ല എന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഈ വീട്ടിന്റെ മുകളിൽ, ഈ കെട്ടിടത്തിന്റെ മുകളിൽ ഇയാൾ കയറിയിട്ടുണ്ടെന്നൊക്കെ ആരാണ് ആദ്യം കാണുന്നതും അധികൃതരെ അറിയിക്കുന്നതും ഒക്കെ? ഈ ഭാഗത്തെ ഒരു കുട്ടി, അതായത് ഇദ്ദേഹം നിൽക്കുന്ന വീട്ടിൽ ആ ഭാഗത്തെ കുട്ടി കണ്ട് പറഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം അവർ ഓരോരുത്തരായി പറഞ്ഞറിഞ്ഞ് പിന്നീട് പോലീസിനെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. ഒരാൾ സൺഷെയ്ഡ് നിൽക്കുന്നുണ്ടെന്നും സംസാരിക്കുന്നുണ്ടെന്നും കുട്ടി കണ്ടതിനെ തുടർന്ന് രക്ഷിതാക്കളോട് പറയും, അവർ അയൽവാസികളോട് പറയും. അങ്ങനെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. വന്ന് നോക്കിയപ്പോൾ പരിചിതനല്ലാത്ത ഒരാൾ സൺഷെയ്ഡ് നിൽക്കുന്നതും മറ്റും ഇവർ കാണുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം നടത്തുന്ന സംഭാഷണത്തിൽ നിന്നും അദ്ദേഹത്തിന് മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിൽ അനുമാനിക്കേണ്ടി വരും. കൗൺസിലർ, ഒരു മിനിറ്റ്, എങ്ങനെയാണ് ആദ്യമായിട്ട് ഈ സംഭവം അറിയുന്നത്? ആരാണ് കണ്ടത്? ആ വീട്ടിലെ, അതായത് ഫൈസലിന്റെ വീട്ടിലെ കൊച്ചാണ് കണ്ടത്. കൊച്ചു വേഗം പോയിട്ട് അയൽപ്പക്കക്കാരുടെ അടുത്ത് പറയുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരാള് ഇതിന് മുകളിൽ കയറിയിട്ടുണ്ടല്ലോ എന്നാണ് അറിയിച്ചത്. അപ്പോൾ അവര് പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. ഒരു 11:30 തുടങ്ങിയതാണ്. ഇപ്പൊ 2:30 തുടങ്ങി. നാടാകെ പക്ഷെ വിറച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. അതെ, എല്ലാവരും പേടിച്ച്. ആ വീട്ടുകാരും, ഫൈസലിന്റെ വീട്ടുകാര്, പ്രായാധിക്യമുള്ള ആളുകളുണ്ട്, അതുപോലെ കൊച്ചുങ്ങളുണ്ട്. അവരെല്ലാവരും പേടിച്ച് ജനലും വാതിലൊക്കെ അടച്ച് അതിന്റെ ഉള്ളിലാണ്. ഈ പോയി നിന്നത് ഇങ്ങനെ ഒരു സ്റ്റൈലായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും ഭയങ്കര എളുപ്പമായിരുന്നില്ല. സൺഷെയ്ഡും എല്ലാതും കൂടിയിട്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. വല വിരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ അദ്ദേഹം ചാടിപ്പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം ചാടാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ സൺഷെയ്ഡിൽ കിടത്തിയിരിക്കുകയാണ് ഇപ്പോൾ.